ചോദ്യം: ഫർള് ഖളാ ഉള്ളവർക്ക് തറാവീഹ് പോലുള്ള സുന്നത്ത് നിസ്കാരവും മയ്യത്ത് നിസ്കാരവും ഹറാമാണോ? ഉത്തരം: തക്കതായ കാരണമില്ലാതെ ഖളാ ആയതാണെങ്കിൽ അനിവാര്യമായ തീറ്റയും കുടിയും മലമൂത്ര വിസർജനം ഒഴിവാക്കാനാവാത്ത ഉറക്ക് തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും അനിവാര്യമായ ചിലവിനുള്ള വക സമ്പാദിക്കൽ എന്നീ ആവശ്യങ്ങൾ കഴിച്ചുള്ള സമയം മുഴുവൻ ഉപയോഗപ്പെടുത്തി നിസ്കാരം ഖളാ വീട്ടേണ്ടതാണ്. ഒരു സെക്കൻഡും മറ്റൊന്നിന് ഉപയോഗപ്പെടുത്താൻ പാടുള്ളതല്ല. സുന്നത്ത് നിസ്കാരവും പാടില്ല. മയ്യത്ത് നിസ്കാരം അവൻ്റെ മേൽ ഫർളായതല്ലെങ്കിൽ അതും നിസ്കരിക്കാൻ പാടില്ല. ശർഅ് അംഗീകരിക്കുന്ന ഉദ്ർ കൊണ്ട് ഖളാ ആയതാണെങ്കിൽ മേൽപ്രകാരം ധൃതിയിൽ ഖളാ വീട്ടി കടമ ഒഴിവാക്കൽ സുന്നത്താണ്, നിർബന്ധമില്ല. അപ്പോൾ സുന്നത്ത് നിസ്കാരവും മയ്യത്ത് നിസ്കാരവും മറ്റും നിർവഹിക്കുന്നതിൽ തെറ്റില്ല. ചോദ്യം: നിസ്കാരത്തിൽ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറയൽ സുന്നത്തുണ്ടോ? ഉത്തരം: സുന്നത്തുണ്ട്. പക്ഷേ ഫാത്തിഹയ്ക്കിടയിൽ പറഞ്ഞാൽ ഫാത്തിഹയുടെ മുവാലാത്ത് തുടർച്ച മുറിഞ്ഞു പോകും, മടക്കി ഓതേണ്ടി വരും. ചോദ്യം: നിസ്കാരം കൊണ്ട് ദോഷം പൊറുക്കുമോ? തൗബ കൊണ്ട് എല്ലാ ദോഷവും പൊറുക്കുമോ? ഉത്തരം: നിസ്കാരം തുടങ്ങിയ ആരാധനകൾ കൊണ്ട് ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. സൽക്കർമ്മങ്ങൾ തെറ്റുകളെ പൊറുപ്പിക്കുന്നതാണ്. ചോദ്യം: ഫർള് നിസ്കാരം ഖളാ ഉള്ള ആൾക്ക് സുന്നത്ത് നിസ്കരിക്കാൻ പാടുണ്ടോ? നിസ്കരിച്ചാൽ സ്വഹീഹാകുമോ? ഉത്തരം: ഫർള് നിസ്കാരം തക്കതായ കാരണമില്ലാതെ ഖളാ ആയിട്ടുള്ളവൻ സുന്നത്ത് നിസ്കരിക്കാൻ പാടുള്ളതല്ല. ആ സമയം ഫർള് ഖളാ വീട്ടാൻ വിനിയോഗിക്കൽ നിർബന്ധമാണ്. നിസ്കരിച്ചാൽ സ്വഹീഹാകുന്നതാണ്. അതിൻ്റെ കൂലി കിട്ടും, ജമാഅത്തിനും കൂലിയുണ്ട്. പക്ഷേ ആ സമയം ഫർള് വിനിയോഗിക്കാത്തതിന് കുറ്റവുമുണ്ടാകും. ചോദ്യം: അമുസ്ലിമായ ഒരാൾ അലക്കിയ വസ്ത്രം ഉപയോഗിച്ച് നിസ്കരിക്കാൻ പറ്റുമോ? ഉത്തരം: അലക്കിയതാരായാലും വസ്ത്രം ശുദ്ധിയുള്ളതാണെങ്കിൽ അത് ഉപയോഗിച്ച് നിസ്കരിക്കാവുന്നതാണ്. ചോദ്യം: ഒരാൾക്ക് സുബ്ഹ് ഖളാ ആയാൽ എഴുന്നേറ്റ ഉടനെ തന്നെ നിസ്കാരം ഖളാ വീട്ടണോ? അതല്ല, ളുഹർ നിസ്കരിക്കുമ്പോൾ ഖളാ വീട്ടിയാൽ മതിയോ? ഉത്തരം: ഉറക്ക്, മറവി എന്നീ ശർഈയായ കാരണം കൊണ്ട് ഖളാ ആയിപ്പോയതാണെങ്കിൽ വേഗത്തിൽ ഖളാ വീട്ടൽ സുന്നത്താണ്. കാരണമില്ലാതെ ഖളാ ആയിപ്പോയതാണെങ്കിൽ വേഗം ഖളാ വീട്ടൽ നിർബന്ധമാണ്.